ഓടി ഓടി എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാഹനമാണ് ഓടി. അപ്പം 2013 കാലഘട്ടങ്ങളിൽ ഈ വാഹനത്തിന് നല്ല വിലയായിരുന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ സർവീസിനെ കുറിച്ചും ഇതിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ചും നമ്മൾ പറയാൻ പോകുന്നത്. ഈ വാഹനം ഓടി A6 ആണ്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് 2 ലിറ്റർ TDI എഞ്ചിനാണ് വരുന്നത്. പക്ഷേ ഇതിന് ഏറ്റവും വലിയ വിഷയം വെച്ചാൽ ഇതിനൊരു എയർമാൻ സസ്പെൻഷനാണ് വരുന്നത്. ഈ രണ്ട് വണ്ടിക്കും വരുന്നത് എയർമാൻ സസ്പെൻഷനാണ്. എത്ര ചിലവ് വരും എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം 8 ലക്ഷം രൂപ മുതൽ ഈ വാഹനങ്ങൾ ഇപ്പം നമുക്ക് മേടിക്കാൻ കിട്ടും. അത് കേരളത്തിന് പുറത്തുനിന്നും കിട്ടും, അല്ലാതെയും കിട്ടും. അപ്പോൾ ഈ 8 ലക്ഷം രൂപ കൊടുത്തൊരു വാഹനം മേടിക്കുമ്പോൾ പലരുടെയും സ്വപ്നമാണ് ഈ വാഹനം. അപ്പം ഇങ്ങനെ ഒരു വാഹനം നമ്മൾ മേടിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് എന്തൊക്കെ മെയിൻ്റനൻസ് വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ കോമൺ കംപ്ലയിൻറ്റ് എന്തൊക്കെയാണ്? ഇതിൻ്റെ മെയിനായിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ എയർമാൻ സസ്പെൻഷൻ കംപ്ലയിൻ്റ് ആണ്. അത് നല്ലൊരു ചിലവ് വരുന്ന കേസാണ്. അപ്പം നിങ്ങളൊരു വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു 8 ലക്ഷം രൂപ മുതൽ വാഹനം ലഭ്യമാണ്. അപ്പോൾ ഒരു വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം 8 ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുത്താൽ ഒരു 4 ലക്ഷം രൂപ വരെ പണിയാൻ മാറ്റി വെക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ വാഹനം ഒരു തലവേദനയായിരിക്കും. അത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് 15 രൂപ 16 രൂപയ്ക്ക് സർവീസ് കോസ്റ്റ് കഴിയും. പക്ഷേങ്കിൽ അതല്ല ഇതിൻ്റെ മെയിൻ സർവീസുകൾ വരുമ്പോൾ, അതായത് പമ്പ്, ഇഞ്ചക്ടേഴ്സ്, പിന്നെ അതുപോലെ സ്റ്റിയറിംഗ് റാക്സ്, അങ്ങനെ സസ്പെൻഷന്, അങ്ങനെ വരുമ്പോഴത്തേക്ക് നല്ലൊരു എക്സ്പെൻസ് ഉണ്ടാവും. അപ്പോൾ ആ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യാനും ഫണ്ട് കരുതി വെച്ചിട്ട് വേണം ഇങ്ങനെയുള്ള വാഹനങ്ങൾ നിങ്ങൾ എടുക്കാൻ. അപ്പം ഡൽഹിയിൽ നിന്നൊക്കെ ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട്. അത് തുച്ഛമായ വിലയ്ക്ക് നമുക്ക് കിട്ടും. 2013 ഈ വാഹനം മേടിക്കുമ്പോൾ 70 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു. ഇപ്പോൾ അതേ വാഹനം 8 ലക്ഷം രൂപയ്ക്ക് കിട്ടുമ്പോൾ എന്തൊക്കെ പണികളുണ്ടാവും, ബാക്ക് ടു ബാക്ക് പണികൾ വരാൻ സാധ്യതയുണ്ടെന്ന് ഓർത്ത് വേണം ഈ വാഹനങ്ങൾ എടുക്കാൻ. ഈ രണ്ട് വാഹനങ്ങളും നമ്മൾ ഗ്യാരേജിൽ വന്ന് പണി കഴിഞ്ഞ വണ്ടികളാണ്. അപ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പം ഇതുപോലെ കംപ്ലയിൻറ്റ്സുകൾ വീണ്ടും വരാതെ എല്ലാം നമുക്ക് പിൻ ടു പിൻ റീസ്റ്റോറേഷൻ എന്ന പരിപാടി നടക്കത്തില്ല. പറ്റും, ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും അത്. അപ്പോൾ അതിനെക്കുറിച്ച് കാര്യം പറയാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഓടി ഭ്രാന്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ വാഹനം എടുക്കുന്നതിന് മുന്നേ ഇപ്പം 10 ലക്ഷം രൂപയ്ക്ക് എടുക്കുന്നെങ്കിൽ 4 ലക്ഷം രൂപ മിനിമം പണിയാൻ മാറ്റി വെച്ചിട്ട് വേണം വാഹനങ്ങൾ എടുക്കാൻ. ഓക്കെ, താങ്ക് യു. റോൾസ് ഓട്ടോമോട്ടീവ്സ് എന്ന പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.